പെണ്ണളിയാ? ഇതല്ലടി പുല്ലേ ആദ്യമേ ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞത്. അല്ല, ഈ മുഖം ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പൊ മുഖത്തിന് താഴത്തേക്കുള്ള നീ മുന്നേ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ല. വെരി ഗുഡ്. നാളിതാരായിരിക്കും? നിന്റെ കുഞ്ഞമ്മയുടെ മോള്. എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഇത്രയും നല്ല മോളൊന്നും. എന്നാലേ കുഞ്ഞമ്മയടുത്ത് ദത്തെടുക്കാൻ പറ. എന്തിന്? എടി പുല്ലേ, നീ ഇപ്പം എന്തിനും ഇങ്ങോട്ട് വന്നത്? അവളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ. പോയി ചോദിച്ചിട്ടോ. ഇപ്പം കേൾക്കണോ? ഹായ് കുട്ടി. ഹലോ, എൻ്റെ പേര് സെലിൻ. ഞാൻ ഈ കൂട്ടത്തിലാണ് താമസിക്കുന്നത്. അല്ല, ഞാനൊരു ജേർണലിസ്റ്റാണേ. അഗ്നി ഫ്രാൻസിസ് അറിയോ? അല്ല, വൈദവായി കുട്ടിയുടെ പേരെന്താ? നൈസ് ടു മീറ്റ് യു. കുട്ടിയുടെ വർക്കൗട്ട് എന്തായാലും നടക്കട്ടെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണാം. എന്ത് പരിപാടിയാണ് കാണിച്ചത്? അളിയ, എന്തൊരു കച്ചറ പെണ്ണളിയാ അവള്. ഞാൻ ഇത്ര നേരം സംസാരിച്ചവള് എന്തെങ്കിലും ഒരു വാക്ക് മീഡിയാ. എനിക്ക് അവളുടെ ഡീറ്റെയിൽ എടുക്കാന്ന് പറഞ്ഞ് കയറി ചെന്നിട്ട് നീ എന്തിനാ നിന്റെ ഡീറ്റെയിൽ മൊത്തം പറഞ്ഞു കൊടുത്തത്? അത് പിന്നെ ഞാൻ ഇറങ്ങി നോക്കിയതല്ലേ അവൾ എന്തെങ്കിലും പറയുമെന്ന്. ഒന്ന് തെരഞ്ഞു നോക്കിയിട്ട് വല്ലതും കിട്ടിയോ? കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? വേറെ വല്ല പ്ലാനും ഉണ്ടോ? ഒരെണ്ണം ഉണ്ട്. എന്തുവാ? പപ്പി. പപ്പിയാ? അവളെന്തായാലും പപ്പിയുടെ റൂമിലല്ലേ താമസിക്കുന്നേ. അപ്പൊ പപ്പിക്ക് അറിയായിരിക്കില്ല ഇവള് ആരാണെന്ന്. അപ്പൊ നമുക്ക് നേരെ പോയി പപ്പീനെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. മകളെ, എന്തായി ആ കൊച്ചാരാണെന്ന് കണ്ടുപിടിച്ചാ? ഇല്ലമ്മാവാ. അല്ല, ആ കൊച്ച് എന്തിന് ഈ വീട്ടിൽ വന്നെന്നുള്ള ഉദ്ദേശമെങ്കിലും അറിയാമോ? അതും ഇല്ലമ്മാവാ. എന്തോന്നറിയാം? ഒന്നും അറിയില്ലമ്മാവാ. അല്ല, ഈ മഞ്ഞപത്രക്കാരൊക്കെ ഒന്ന് പറഞ്ഞുകൂടി? പാവപ്പെട്ട നമ്മളെ കാര്യമാണെങ്കിൽ ബാക്കിൽ നിന്ന് മണപ്പിച്ച് കിടന്ന് എല്ലാം കണ്ടുപിടിക്കാൻ ഭയങ്കര സാമർഥ്യമാണല്ലോ. ഇപ്പം നല്ലൊരു കാര്യം വന്നപ്പോൾ പറ്റണില്ല അല്ലേ? അതെ, കൂടുതലാക്കണ്ട. 15 മണിക്കൂർ അമ്മാവ അവളാരാണെന്നും അവൾ എന്തിനാണ് ഇവിടെ വന്നെന്നും ഞാൻ അമ്മാവനെ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ അമ്മാവൻ എൻ്റെ ഇങ്ങനെ വിളിച്ചു തന്നെ. എങ്കിൽ ഇപ്പോഴേ റെഡി വിളിക്കാൻ. എപ്പോഴേ റെഡി? കുതിലിട്ട് ഇളക്കണ്ട കേട്ടാ. മക്കളെ, എനിക്ക് ബലമായൊരു സംശയം, ആ കൊച്ചി തീവ്രവാദിയാണോ? അതെന്തിപ്പം അമ്മാവന് അങ്ങനെ തോന്നാൻ കാരണം? അതെ, ഈ തീവ്രവാദികളാണ് ആരടുത്ത് മുഖം കൊടുക്കുകയില്ല, ആരടുത്ത് സംസാരിക്കുകയില്ല. അതുമല്ല, ഞാൻ ഇന്നലെ പത്രത്തിൽ നിന്ന് വരെ വായിച്ചു, എന്തോന്ന്, കേരള തീരത്ത് അതിതീവ്രതയ്ക്ക് സാധ്യതയെന്ന്. എൻ്റെ പൊന്നമ്മാവ, അത് മഴയുടെ കാര്യമാണ് അവരങ്ങനെ എഴുതിയേക്കുന്നത്. എല്ലാം വായിക്കും, അറ്റവും മൂലയും. എന്നിട്ട് വന്നിരുന്നു പിച്ചും പെയ്യും പറയും. എന്നാ നീ പറയണേ, ആരാണ് നമ്മൾ ആരാണെന്ന് പറയാം. പറയാൻ കുറച്ച് സമയം എന്താ? നീ വന്നേടി.